ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്കിവിടെ സുഖം തന്നെ. ഇന്ന് ഒരു പീസ് മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എരിശ്ശേരി വെക്കാനാണേ. അപ്പോൾ സാധാരണ വൻപയർ ഇട്ടാണല്ലോ എല്ലാവരും വെക്കലല്ലേ. അപ്പം ഇത് ഞാൻ ഒന്ന് വെറൈറ്റി ആക്കിയിട്ടുണ്ട്. ഒന്ന് മുളപ്പിച്ച വൻപയറാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ ഞാൻ മത്തങ്ങയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി പച്ചമുളകും ഒരു സവോളയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് ഒന്ന് കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ആ വൻപയറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ മറന്നു പോയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് കുക്കറൊക്കെ തുറന്ന് ഒന്ന് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങ 2 ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് വറുത്ത് ചേർക്കാനാണ്. പിന്നെ ഒരു ഭാഗത്തിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാന്താരിയും ഒരു പിഞ്ച് ജീരകവും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ മിക്സിയുടെ ജാറിൽ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരിക. അത് നമുക്ക് ലാസ്റ്റ് എരിശ്ശേരിക്ക് വറുത്ത് ചേർക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ ഈ ചേരുവകളൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്തെ. അപ്പം ഞാനിപ്പോൾ ഒന്ന് അരയ്ക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ കുക്കറിൽ 2 വിസിൽ വന്നിട്ടുണ്ട്. വിസിലൊക്കെ ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് സ്റ്റീമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് അരച്ചുകൊണ്ടുവന്ന അരപ്പ് ഒന്ന് നന്നായിട്ട് വെന്തിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുവാണേ. ഈ സമയം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഒന്ന് കമൻറ്റും ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ് തിളച്ചപ്പോഴത്തേക്ക് ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാൻ ആവശ്യമായ ചീനച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാൻ ആവശ്യമായ സംഗതികളൊക്കെ നോക്കാം. ഇതാ കടുക് പൊട്ടിച്ച് കഴിഞ്ഞു. കടുകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന താളിക്കാൻ വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഓണമൊക്കെ ആകാറായല്ലോ അല്ലേ? എല്ലാവരും പച്ചക്കറികളൊക്കെ അല്ലേ ഓണത്തിന് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനത്തെ മത്തനൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഹെൽത്തിയാണ്. മുളപ്പിച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. ധാരാളം ഫൈബറൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പം ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മിക്സിക്കകത്ത് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ. എല്ലാം ഒരുപോലെ മൂത്തിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറി ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, ടേസ്റ്റിയാണ്, സിമ്പിളാണ്. അപ്പം വരുന്ന ഓണത്തിന് എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക. കറി ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അറിയിക്കുക കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണോ ഈ മത്തൻ എരിശ്ശേരി വെക്കുന്നതെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഒന്ന് മുളപ്പിച്ചതായതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തിയും കൂടെയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.